ജോൺസേട്ടാ, കുറെ നാളായി കണ്ടിട്ട്. ഈ യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ, അതിന്റെ ഒരു 3-4 ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്ന് വെച്ചിട്ടാ. ആയിക്കോട്ടെ. ഇപ്പൊ ഈ യുദ്ധം അവസാനിച്ച് അമേരിക്ക മധ്യസ്ഥ വഹിച്ചിട്ടാണ് തീർന്നതെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ പ്രധാനമന്ത്രി പറയുന്നു അങ്ങനെയല്ലെന്നും പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്ത് എന്നറിയണം. പിന്നെ ഈ തെരഞ്ഞെടുപ്പ്, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ ഭരിക്കുന്ന കക്ഷികൾക്ക് കൂടുതൽ ഗുണമുണ്ടാവോ അതോ മറ്റു കക്ഷികൾക്ക് ഗുണമുണ്ടാവോ? അതോടൊപ്പം തന്നെ കേരളത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഇതാണ് സാധാരണ ജനത്തിന് അലട്ടുന്നൊരു ചോദ്യമാണ് അല്ലേ? അപ്പം നമ്മുടെ അഭിപ്രായത്തിൽ ഈ ട്രംപ് ഇടപെട്ടു എന്ന് പറയുന്നത് ശരിയായിരിക്കും. അതിൽ മെയിൻ കാര്യം, നമ്മൾ ട്രംപിനെ പറ്റി മുന്നൊരു നമ്മൾ വീഡിയോ നമ്മൾ പണ്ടേ തന്നെ ചെയ്തിരുന്നു. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, അതിന് ശേഷം ചെയ്തിരുന്നു. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. എപ്പോഴും ബിസിനസ് മൈൻഡിലാണ് കാര്യങ്ങളെ കാണുള്ളൂ. എപ്പോഴും ലാഭം നഷ്ടം എന്നുള്ള രീതിയിലാണ് കാര്യം. അപ്പോൾ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, പലസ്തീൻ വിഷയം അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള മുന്നേ. കാരണം വെച്ചാൽ എപ്പോഴും ഒരു കച്ചവടക്കാരനെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. കച്ചവടം ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പൈസ മുടക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ആ ഒരു ശൈലിയാണ് ട്രംപിൻ്റെ മനസ്സിലുള്ള ശൈലി. അതുകൊണ്ട് എപ്പോഴാണ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിന് കോട്ടം തട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ആൾ പരമാവധി യുദ്ധം മുറുകി പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് ഇപ്പം കാരണം പാകിസ്ഥാന് കാലകാലങ്ങളായിട്ട് ആൾ സൈനികമായിട്ട് സാമ്പത്തികമായിട്ട് സഹായം ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവർക്ക് 100% വീക്ക് വരികയാണെങ്കിൽ അത് മുതൽ അമേരിക്കയ്ക്കാണ് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി എങ്ങനെയും ഒത്തീർപ്പാണെന്ന് അയാൾ ആഗ്രഹിച്ചിരിക്കാം. പിന്നെ ചൈന പരമാവധി പാകിസ്ഥാനായിട്ട് സപ്പോർട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് പരമാവധി കൂടുതൽ പാകിസ്ഥാൻ ദുർബലപ്പെടുമ്പോൾ ചൈന കൂടുതൽ ആധിപത്യം എടുക്കുന്ന സ്ഥിതി വരുമ്പോൾ അതും ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം. ഇപ്പോൾ ട്രംപ് ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ പാകിസ്ഥാൻ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പറഞ്ഞ സ്റ്റാൻഡാണ് ശരി. ഇന്ത്യ ശക്തമായ നീക്കം നടത്തി. കാരണം ലോകത്തിലെ ജനങ്ങളുടെ മനസ്സ് മുഴുവൻ പാകിസ്ഥാനെതിരെ തിരിയാനും പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് വരുത്തി തീർക്കാനും ഇന്ത്യക്ക് സാധിച്ചു. കാരണം തുർക്കി അതുപോലെ ചൈന പോലെ ഒന്നര രാജ്യങ്ങൾ മാത്രമാണ് ശരിക്കും പാകിസ്ഥാന് മാനസികമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ളൂ. ഇസ്ലാമിക രാജ്യങ്ങൾ ഭൂരിപക്ഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒപ്പമായിരുന്നു. അത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മോദിക്കും ഇന്ത്യക്കും ഒരു വിജയമാണ്. അങ്ങനത്തെ അവസ്ഥയിലെ സാഹചര്യങ്ങൾ 100% പാകിസ്ഥാനെതിരായി മാറിയിരുന്നു. പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി വരുന്ന അവസ്ഥ വന്നപ്പോൾ മറ്റേ സൗദിയും ട്രംപും എല്ലാം ഇടപെട്ടുണ്ടായിരിക്കും. പക്ഷേ ട്രംപ് പറഞ്ഞുകൊണ്ടോ സൗദി പറഞ്ഞുകൊണ്ടല്ല, നിവൃത്തികേടുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഗതി കെട്ടിട്ട് തന്നെയാണ് ഒത്തുതീർപ്പിന് തയ്യാറായത്. അതിൻ്റെ വിഷമം കൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം നടത്തി പോയി രണ്ടാമത് ഡ്രോൺ വിടലും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുകയും ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനെ നിലം പരിശാക്കും എന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് എടുത്തോടുകൂടി പാകിസ്ഥാന് മനസ്സിലായിരുന്നു. ഇത് ഇനി ഇന്ത്യയുടെ അടുത്ത് തൽക്കാലം മിണ്ടാതിരിക്കാൻ നല്ലത്. അവർ ഒരിക്കലും നേരിട്ട് മുട്ടിയിട്ട് ഇന്ത്യനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളഞ്ഞ വഴിയിൽ കൂടെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വളഞ്ഞ വഴിയിൽ കൂടെ വല്ല അടവ് നയം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ട്രംപ് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ട്രംപ് ഉദ്ദേശം ചെയ്ത് കംപ്ലീറ്റ് നശിച്ചു കഴിഞ്ഞാൽ കച്ചവടത്തിന് ദോഷമാണല്ലോ എന്നുള്ള ഐഡിയ ഉണ്ട്. ട്രംപും ഇടപെട്ടിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ സംഗതിയിൽ വന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എന്ത് ചെല്ലുണ്ടാവും. സത്യത്തിൽ ഈ വിഷയം ഈ ദേശസ്നേഹമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പല കക്ഷികളും ഈ വിഷയത്തിൽ കൂടുതൽ ചെകിഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ രാജ്യത്തിന് ദോഷമാണ്. മാത്രമല്ല ഈ പല വിഷയങ്ങളും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും നിലപാടുകളുണ്ടായിരിക്കും. അതൊന്നും പരസ്യപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ വന്നത് സമ്മേളനം വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. സർവകക്ഷി സമ്മേളനം വിളിച്ച് വേണമെങ്കിൽ ഇതിൽ വിശദീകരിക്കാൻ പറ്റും. പക്ഷേ പാർലമെൻറ്റിലൊക്കെ ഇതേപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ രഹസ്യങ്ങളും പുറത്താക്കാൻ പറ്റണമെന്നില്ല. പിന്നെ സൈനിക രഹസ്യങ്ങളൊന്നും അതുപോലെ പുറത്താക്കാൻ പറ്റില്ല. അതൊക്കെ രഹസ്യമായിട്ടുള്ള പല വിഷയങ്ങളും നേരിടുള്ളൂ. അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന കാര്യത്തിനോട് നമുക്ക് അങ്ങനെ യോജിപ്പില്ല. മാത്രമല്ല കാശ്മീരിൽ നമ്മളിതിൽ നോക്കേണ്ടത് കാശ്മീരിലെ ജനങ്ങൾ, കാശ്മീരിലെ ഭരിക്കുന്ന കക്ഷി, അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഭൂരിഭാഗം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലെ
ഈ ഭരണാധികാരികൾ, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒക്കെ ഒരു ശരിക്കും പിന്തുണ നൽകുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന്. കാരണം അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ പ്രതിപക്ഷം പറയുന്നതിനൊപ്പം നിൽക്കല്ല ചെയ്യുന്നത്. ഒരു സർക്കാരിന് അലസോരം ഉണ്ടാക്കുന്ന രീതിയിലൊരു സംസാരം വരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പല ആളുകളും ഈ സമയത്ത് ശക്തമായിട്ട് സർക്കാരിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷം ഈ കേസിൽ സർക്കാർ താൽക്കാലികമായിട്ടെങ്കിലും സർക്കാരിൻ്റെ ഒപ്പം എന്ത് തന്നെയാണെങ്കിലും സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ പോവാണ് പ്രതിപക്ഷത്തിന് നല്ലത്. അതല്ലെങ്കിൽ ഈ ദേശീയവാദം അല്ലെങ്കിൽ ദേശീയത എന്നുള്ള വിഷയത്തിൽ വരുമ്പോൾ അത് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. അപ്പം നമ്മൾ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർണായക ഘട്ടത്തിൽ സർക്കാരിന് ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മനസ്സിലാണ്. ശശി തരൂർ എടുത്തിട്ടുള്ളത് കറക്റ്റ് സ്റ്റാൻഡാണ്. പലരും ശശി തരൂരിനെ തള്ളി പറയുന്നവരുണ്ടായിരിക്കുന്നു. പക്ഷെ ശശി തരൂരിൻ്റെ നിലപാട് സത്യസന്ധമായ നിലപാടാണ്, റിയലായിട്ടുള്ള നിലപാടാണ്. ഈ സമയത്ത് ഒരിക്കലും നമ്മൾ സർക്കാരിനെതിരെ ഒരു സൂചി കുത്താൻ എതിർ ശത്രുവിന് ഒരു പഴുതു കൊടുക്കുന്ന സാഹചര്യം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നിലവിൽ അത് ഭരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമാണ് സാഹചര്യം. പ്രതിപക്ഷത്തിന് വളരെ അവർ കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ചകളും വിഷയങ്ങളും കുത്തിപ്പൊക്കും തോറും കൂടുതൽ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൽക്കാലികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അതിന് താൽക്കാലികമായിട്ടുള്ള അവസ്ഥ വന്നത്, അതിന് ശേഷമുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാൻ പറ്റും. പിന്നെ കേരളത്തില് എന്തായിരിക്കും ഇതിന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ? കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരിക്കുന്ന സർക്കാരിന് വളരെ ദോഷമായിട്ട് വരാനുള്ള ചാൻസ് കാണുന്നത്. കാരണം ദേശീയ വികാരം ആളിക്കത്തിയൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ ചൈന സ്വാഭാവികമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലായില്ലേ. പിന്നെ തുർക്കി. അപ്പോൾ നോർമലി ചൈന പ്രേമം അല്ല പാകിസ്ഥാൻ പ്രേമം, തുർക്കി പ്രേമം, ഇത്തരം ആളുകൾക്ക് എതിരെയുള്ള വികാരമാണ് കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ, പ്രസ്ഥാനങ്ങൾ, പാകിസ്ഥാൻ പ്രേമം ഉള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് പോലും പരസ്യമായിട്ട് സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയിൽ എത്തപ്പെട്ടു. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വളരെ ഗുണകരമായ ഒരു അവസ്ഥയിലേക്കാണ് വരികയാണ്. കാരണം തീവ്രവാദവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ വർഗീയതയെ വളർത്തിയെടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിലെ എന്താ പറയുക, ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവനും അവരുടെ ചേരിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വന്നും എപ്പോഴും മുസ്ലിം ലീഗാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പരസ്യമായിട്ട് അവർക്ക് തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഉൾവലിയേണ്ട ഒരു സ്ഥിതി കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകൾ ഭൂരിഭാഗം മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് നിലവിലുള്ള സർക്കാരിന്, കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് ഒരു ലേശം ക്ഷീണം ചെയ്യാനുള്ള സാധ്യത. മാത്രമല്ല ഈ BJPക്ക് അനുകൂലമായിട്ടൊരു ചെറിയൊരു തരംഗത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ UDFന് പൊതുവെ ന്യൂനപക്ഷ വോട്ടുകളാണ് ഭൂരിപക്ഷം. ഒരു 70% ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്ന് ഒരു 5-10% വോട്ടുകൾ ഒരു പക്ഷേ BJPയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ആ ഒരു പ്രത്യേകിച്ച് ചൈന പ്രേമം, പാകിസ്ഥാൻ പ്രേമം ഒക്കെ വിഷയങ്ങളൊക്കെ അവർ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇലക്ഷൻ പ്രചരണ സമയത്ത് മുഖ്യ വിഷയമായിട്ട് ഇത് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു ലേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏത് സാഹചര്യത്തിന് അതിജീവിക്കാനുള്ള കഴിവുണ്ട്. എന്ത് മന്ത്രം ഉപയോഗിച്ചും അദ്ദേഹം ഏത് സാഹചര്യത്തിന് അതിജീവിക്കാനുള്ള തന്ത്രശാലിയാണ് അദ്ദേഹം. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭ ഇലക്ഷനൊക്കെ വരുമ്പോൾ അദ്ദേഹം ഏത് തന്ത്രം ഉപയോഗിക്കും നമുക്ക് കാത്തിരുന്ന് കാണാനേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് എന്താവെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ബീഹാർ ഇലക്ഷനിൽ പൊതുവെ ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമായിട്ട് മാറാനാണ് ചാൻസ് എന്ന് നമുക്ക് പൊതുവെ ഇപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? ഇനി വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക്സ് ജോൺസൺ. ആ ശരി.